ജീവിതത്തിൽ വിജയിക്കുന്നവരുടെ എല്ലാവരുടെയും ഒരു കോമൺ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഒരു കാര്യമാണ് ക്ലാരിറ്റി എന്നത്. എന്നാൽ ക്ലാരിറ്റിയുടെ നേരെ ഓപ്പോസിറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് അസംഷൻ എന്നുള്ളത്. അസംഷൻ ജീവിതത്തിലെ പല വിജയങ്ങളെയും പുറകോട്ട് വലിക്കുകയും നമ്മളെ ടീം വർക്ക് ഇല്ലാതാക്കുകയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പേഴ്സണൽ ലൈഫിലും നമ്മളെ ബിസിനസ് ലൈഫിലും ഒരേപോലെ ഡേഞ്ചറസ് ആയ ഈ ഒരു കാര്യം പല അനാവശ്യ തർക്കങ്ങളിലേക്കും നയിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അസംഷൻ മൂലം ജീവിതത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മളെ ബിസിനസ് ലൈഫിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഒരു കാര്യം നമ്മളെ ടീമിനോട് പറയുകയാണ്. അപ്പോൾ നമ്മൾ ആ ടീമിന് അത് മനസ്സിലായി, നമ്മളെ പ്ലാന് മനസ്സിലായി നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, അത് കൺഫേം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് അത് എക്സിക്യൂഷനിലേക്ക് വരുന്ന സമയത്ത് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസും വരുന്നതായിട്ട് നമുക്ക് കാണാം. അതേപോലെ തന്നെ നമ്മളെ കസ്റ്റമർ കംപ്ലയിൻസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും കസ്റ്റമറൊക്കെ ഹാപ്പിയാണ്. പല സമയത്തും നമ്മളെ അസംഷൻ മാത്രമാണ്. അതുകൊണ്ട് നമ്മളെ എല്ലാ കാര്യങ്ങളും ഒരു ഡാറ്റ ഡ്രിവൺ ആയിരിക്കണം. നമ്മൾ എല്ലാ കാര്യങ്ങളും കൺഫേം ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യവും നമ്മൾ അസ്യൂം ചെയ്യാതെ ഊഹിക്കാൻ പാടില്ല. അത് നമുക്ക് പലതരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഇമ്പാക്റ്റുകളും ഉണ്ടാക്കുന്നതാണ്. അസംഷൻ എന്നുള്ളത് ഒരു മെൻ്റൽ ലേസിനെസ് ആണ്. ഇത് ക്ലാരിറ്റി ഇല്ലാതാക്കും ലൈഫിൽ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചാനൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് വളരെ ക്ലിയർ ആയിരിക്കണം. നമ്മളൊരു കാര്യം നമ്മളെ ടീമിനോടാവട്ടെ അല്ലെങ്കിൽ നമ്മളെ കസ്റ്റമറോടാവട്ടെ അല്ലെങ്കിൽ ആരോട് നമ്മളൊരു കാര്യം പറയുന്ന സമയത്തും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെയാണോ അവർ കേട്ടത് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിലൂടെ നമുക്ക് ഈ അസംഷനെ ഒഴിവാക്കാൻ കഴിയുകയും കൂടുതൽ ക്ലാരിറ്റിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ എന്തൊരു കാര്യത്തോടും നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പ്രതികരിക്കുന്നതിനോ തൊട്ടു മുന്നേ ആയിട്ട് ഒരു 10 സെക്കൻഡ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ആ റിയാക്ഷൻ കറക്റ്റാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. എല്ലാ കാര്യങ്ങളോടും നമ്മൾ റിയാക്ഷന് പകരമായിട്ട് റെസ്പോണ്ട് ചെയ്യുക. അതായത് ആലോചിച്ച് ചിന്തിച്ച് ഇത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം 100% ഓക്കെ ആണോ എന്നുള്ളത് കൺഫേം ചെയ്ത് ചെയ്യുന്നതിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഈ ഒരു 10 സെക്കൻഡോ അല്ലെങ്കിൽ 20 സെക്കൻഡോ നമ്മൾ എടുക്കുന്നതിലൂടെ 10 ഡേയ്സോ അല്ലെങ്കിൽ 10 മന്ത്സോ ഉണ്ടാവുന്ന ഇഷ്യൂസുകൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ കണക്റ്റഡ്. സീ യു സൂൺ.